പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പാത്ത്ഫൈൻഡർ ടൂളിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ അതൊന്ന് നോക്കാം. പാത്ത്ഫൈൻഡറിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്നുള്ളത് നോക്കാം. നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് പാത്ത്ഫൈൻഡറിൻ്റെ ഇങ്ങനെ ഒരു വിൻഡോ കാണാൻ പറ്റും. ചിലപ്പോൾ ഇവിടെ ഡോക്ക് ചെയ്തായിരിക്കും കിടക്കുന്നത്. ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് പറ്റില്ലെന്നുണ്ടെങ്കിൽ വിൻഡോ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ പാത്ത്ഫൈൻഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് മുകളിൽ കാണുന്ന ഈ 4 ഓപ്ഷൻസാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതെന്ന് പറയാം. അതിന് ഞാൻ ജസ്റ്റ് ഒരു സ്ക്വയർ വരയ്ക്കുന്നു, അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു സർക്കിളും വരയ്ക്കുന്നു. എന്നിട്ട് ഞാൻ ഇത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാനിവിടെ യുണൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുകയാണ്. യുണൈറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ ഒറ്റ ഷേപ്പായിട്ട് മാറും. നമുക്ക് യുണൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഏത് ഷേപ്പാണ് ഫ്രണ്ടിലുള്ളത് എന്നുള്ളൊരു പ്രശ്നമല്ല. മൈനസ് ഫ്രണ്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മളുടെ ഏത് ഷേപ്പാണ് ഫ്രണ്ടിൽ കിടക്കുന്നത് എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഓപ്ഷനും ചെക്ക് ചെയ്യാം. ഞാൻ അണ്ടു കൊടുത്തു, പഴയ പോലെ ആയി. ഇനി ഞാൻ ഇതൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം മൈനസ് ഫ്രണ്ട് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. അപ്പോൾ ഫ്രണ്ടിലുണ്ടായിരുന്നത് അത്രയും, അതായത് ഫ്രണ്ടിലുണ്ടായിരുന്ന ഷേപ്പ് സർക്കിളാണ്, അത് അത്രയും കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ അത് ഓവർലാപ്പ് ചെയ്തിരുന്ന ആ സ്ക്വയറിൻ്റെ ഇതും കൂടെ കട്ടായി പോയിട്ടുണ്ട്. നമ്മൾ 2 ഷേപ്പും കൂടെ സെലക്ട് ചെയ്തതിന് ശേഷം വേണം ഈ ഓപ്ഷൻ കൊടുക്കാനുള്ളത്. ഞാൻ ഇതും അൺഡു ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻ്റർസെക്റ്റ് ആണ്. ഇൻ്റർസെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന, അതായത് 2 ഷേപ്പും കൂടെ യോജിച്ച് നിൽക്കുന്ന ആ ഒരു പോർഷൻ മാത്രം നമുക്ക് കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഇത്ര ഒരു പോർഷൻ ആയിരുന്നു 2 ഷേപ്പിലും കോമൺ ആയിട്ട് വന്നിരുന്നത്. നമുക്കിവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും ഈ ഒരു ഷേപ്പ്. അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എക്സ്ക്ലൂഡ്, അതായത് 2 പോർഷനും കൂടെ ചേരുന്ന ഭാഗം മാത്രം കട്ട് ചെയ്ത് കളയും. അതാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാത്ത്ഫൈൻഡറിൻ്റെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഒരുപാട് ഷേപ്പുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു കൺഫ്യൂസിങ് ആയിട്ട് വരും. കൂടുതലും നമ്മൾ യുണൈറ്റ് എന്നുള്ള ഓപ്ഷൻ മാത്രമായിരിക്കും ഈ പാത്ത്ഫൈൻഡറിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. മറ്റു ഓപ്ഷൻസൊക്കെ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് വരും, ഓവറായിട്ട് ഒരുപാട് ഷേപ്പുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ. ആ സമയത്താണ് നമ്മൾ ഈ ഒരു ഷേപ്പ് ബിൽഡർ ടൂൾ യൂസ് ചെയ്യുന്നത്. ഷേപ്പ് ബിൽഡർ ടൂളിൽ ഇതേ സെയിം ഫങ്ഷൻസ് എല്ലാം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും, പക്ഷേ കുറച്ചും കൂടെ നമുക്ക് കണ്ട് മനസ്സിലാക്കി എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ കൂടുതലും ഈ ഷേപ്പ് ബിൽഡർ ടൂളാണ് ഉപയോഗിക്കുന്നത്. പാത്ത്ഫൈൻഡറിൻ്റെ എക്സാക്റ്റ് സെയിം ഫങ്ഷൻ തന്നെ ഇതിന് ചെയ്യാനായിട്ട് കഴിയും. നമ്മൾ ഷേപ്പ് ബിൽഡർ ടൂളിൻ്റെ ഒരു ട്യൂട്ടോറിയൽ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ ഇതിൽ യുണൈറ്റ് എന്നുള്ള ഫംഗ്ഷന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇത്രയും കൂടെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ യുണൈറ്റ് ആവുന്നതാണ്. നമുക്ക് അങ്ങനെ ചെയ്യുന്നതിന് പകരം വേണമെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തതിന് ശേഷം ഫുള്ള് ഇങ്ങനെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താലും മതി, യുണൈറ്റ് ആവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ മൈനസ് ഫ്രണ്ട് ചെയ്യുന്ന ഓപ്ഷൻ നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഇതിലുള്ള പാത്ത്ഫൈൻഡറിലുള്ള എല്ലാ ഓപ്ഷൻസും നമുക്ക് ഇതിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കൂടുതൽ എളുപ്പം ഷേപ്പ് ബിൽഡർ ടൂൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും സ്റ്റേ ഇൻസ്പയർഡ്.